ഈ നമ്മുടെ പ്രശസ്തനായ സുവിശേഷ പ്രഘോഷകൻ ഡാനിയൽ പൂവണ്ണത്തിലച്ഛൻ, അച്ഛൻ്റെ ഒരു പ്രസംഗം വളരെ വൈറലായ ഒരു വീഡിയോയിൽ അച്ഛനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതായത് അച്ഛൻ്റെ ഒരു 3 മിനിറ്റ് നേരത്തെ ദൈർഘ്യമുള്ള ഒരു പ്രസംഗം ഈശോ അത് വളരെ തോളത്ത് തട്ടി അഭിനന്ദിച്ചതായി അച്ഛൻ പറഞ്ഞതിനെക്കുറിച്ച് ശരിക്കും എന്തായിരുന്നു ആ സംഭവം? അച്ഛൻ തന്നെ അതൊന്ന് നേരിട്ടെന്ന് പറഞ്ഞു. പൂവണ്ണത്തിലച്ഛൻ അതിനെക്കുറിച്ച് പറയുന്നത് സ്വർഗ്ഗം എഴുന്നേറ്റെന്ന് കൈയടിച്ച പ്രസംഗം എന്നാണ് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് പല വേർഷൻസാണ് ഇപ്പം അതിനെക്കുറിച്ച് പ്രചരിക്കുന്നത്. പക്ഷേ കൈമറിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം വരുമല്ലോ. അതുകൊണ്ട് അച്ഛൻ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ പറയാം, വളരെ ചുരുക്കി പറയാം. അതായത് ഞാൻ 2012 സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടാനാണ് പോയി. പക്ഷേ ആ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിപ്പിക്കാനും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സിനിമയൊക്കെ പിടിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും ഈ വചനപ്രഘോഷണ രംഗത്തേക്ക് മടങ്ങി വരാനായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ധ്യാനത്തിന് പോകുന്നത്. അങ്ങനെ അവിടെ ധ്യാനത്തിൻ്റെ ഭാഗമായ കൗൺസിലിങ്ങിന് ഞാൻ ഡയറക്ടേഴ്സിനോട് പറഞ്ഞു, നല്ല വരങ്ങളും ദാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളെ എനിക്ക് സഹായത്തിന് തരണം. അങ്ങനെ ഒരു സിസ്റ്ററിനെ എനിക്ക് സഹായത്തിന് തന്നു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഇനിയും വചനം പ്രഘോഷിക്കാനുള്ള തീക്ഷ്ണത വേണം, അതുപോലെ തന്നെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും എന്നിൽ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടെത്തണം, അതിനൊക്കെ വരദാനങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പം നമുക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കുക അച്ഛാ എന്ന് പറഞ്ഞ് അവരെന്നെ അങ്ങനെ ഒരു നിർദ്ദേശം തന്നുകൊണ്ട് ഞാനും സ്തുതിച്ചുകൊണ്ടിരുന്നു, അവരും സ്തുതിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹത്തോടെ ആരോ പിന്നാലെ വന്ന് എന്നെ ചേർത്ത് പിടിക്കുന്നവരുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായി, ഒരു കുളിർമയുണ്ടായി. അത് ആ കുളിർമ ഉണ്ടായ സമയത്ത് തന്നെ സിസ്റ്റർ പറയുകയാണ്, ഞാനിപ്പോൾ ഒരു ദർശനം കാണുകയാണ്. ഈശോ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അച്ഛൻ്റെ അടുത്ത് വന്ന് ചേർത്ത് പിടിക്കുന്നു, അച്ഛൻ നേരെ നോക്കി പുഞ്ചിരിക്കുന്നു. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, എൻ്റെ അഭിഷിക്തരെല്ലാം എൻ്റെ പ്രഘോഷകരെല്ലാം ഇവനെപ്പോലെ എന്നെക്കുറിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ടെന്നാണ്. എനിക്ക് പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവമാണ് സിസ്റ്റർ അത് പറയുകയും ചെയ്തു. അപ്പോൾ ഞാനത് കഴിഞ്ഞ് ചോദിച്ചു, ഈശോ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എന്ത് പറഞ്ഞതിനെക്കുറിച്ചായിരിക്കും? അന്നേരം അവർ പെട്ടെന്ന് പറഞ്ഞു, അച്ഛനൊരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ 3 മിനിറ്റ് സമയം പ്രസംഗിച്ചു. അപ്പോൾ അന്ന് ഞാൻ ടാമ്പായിൽ കുറച്ച് അടുത്ത കാലത്ത് ടാമ്പായിലൊരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അത് അമേരിക്കയിൽ. അന്ന് ഡേവിഡ് കെ എന്നൊക്കെ പറയുന്ന ഒരു യഹൂദനൊക്കെ അന്ന് പ്രസംഗിച്ച. ഞാൻ വിചാരിച്ചു അതായിരിക്കും എന്ന് വിചാരിച്ചു. അല്ല അച്ഛാ, ഇവിടെ കേരളത്തിലെ ഈശോ ഒരു അടയാളം തരുന്നുണ്ട്, ഒരു ക്ലൂ തരുന്നുണ്ടെന്നുള്ള മട്ടിൽ. അതിതാണ്, ആ സമ്മേളനത്തിൽ അച്ഛനെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് മൈക്കും പിടിച്ചുറിച്ച് ഇറക്കി വിട്ടതാണ്. ഇങ്ങനെ പറഞ്ഞു, ഒരു കസവീശ ഉണ്ടായിരുന്നു. എന്നിട്ട് അച്ഛനെ ആ ഒരു സംഘാടകർ ഇറക്കി വിട്ടതാണ്. അപ്പോൾ എനിക്ക് എല്ലാം ഓർമ്മ വന്നു. പരിത്രാണ ധ്യാനകേന്ദ്രത്തിൻ്റെ അടുത്ത് ഒരു മതസൗഹാർദ്ദ സമ്മേളനം നടക്കുന്ന ഒരു സ്ഥലം ഒന്നുണ്ടായിരുന്നു. അവിടെ വ്യത്യസ്തങ്ങളായ മതങ്ങളുടെ ആളുകൾ ഒന്നിച്ചുകൂടി ഓരോ മതത്തെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എന്നെ അയൽക്കാരൻ എന്നുള്ള രീതിയിൽ ഇതിനകത്ത് വിളിച്ചു. എന്നോട് പ്രസംഗിക്കാൻ വിളിച്ചല്ല, കേൾക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു മൂലയിലിരുന്ന് ഈ സ്വസ്ഥമായിട്ട് കേൾക്കുക. അങ്ങനെ കേൾക്കുന്ന സമയത്ത് എല്ലാവരും പ്രസംഗിച്ച് 4മത്തെ ആൾ പ്രസംഗിച്ചത് ഇസ്ലാമിനെ കുറിച്ച് പറയേണ്ട ആളാണ്. അദ്ദേഹം വളരെ സുന്ദരമായിട്ട് അദ്ദേഹത്തിൻ്റെ പറയാനുള്ള അങ്ങ് പറഞ്ഞു. എന്ന് പറയുന്നത്, ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നത് പ്രവാചകൻ എന്ന ഇടനിലക്കാരനിലൂടെയാണ്. ഒരാളോട് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി വേറൊരാളോട് പറയും. അങ്ങനെ ഇബ്രാഹിം നബി മുതൽ മൂസാ നബി മുതൽ ഇങ്ങനെ പറഞ്ഞ് ഈസാ നബി കഴിഞ്ഞ് അവസാനം മുഹമ്മദിലേക്ക് വന്ന് അന്ത്യപ്രവാചകനിൽ നിന്നാണ് സത്യത്തിൻ്റെ പൂർണ്ണത ലോകത്തിന് കൊടുത്തത്. അന്ത്യപ്രവാചകനെ പിൻപറ്റാത്തവർക്ക് സത്യത്തിൻ്റെ പൂർണ്ണതയില്ല, അവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം എന്നാണ് ധ്വനി. ഇത് നിങ്ങളോട് എല്ലാവരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ബ്രദർ പറഞ്ഞ പോലെ
ഇപ്പോൾ ഈ അന്ത്യപ്രവാചകനെ പിൻപറ്റിയില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റിയല്ലോ എന്നുള്ള തോന്നൽ വരും ഈ സത്യം അറിയാത്തവർക്ക്. അങ്ങനെ ഒരു പിൻഡർ ഓഫ് സൈലൻസ്. ഈ സമയത്ത് സ്റ്റേജ് മാനേജർ എന്ന് പറഞ്ഞു, ഇനിയൊരു 10-12 മിനിറ്റോട് ബാക്കിയുണ്ട്. ഇവിടെ കേൾവിക്കാരായിട്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇവിടെ പറഞ്ഞതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം. 3 മിനിറ്റ്. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ആദ്യത്തെ ആളായിട്ട് വന്നു. ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അവിടെയാണ് ഈ മറ്റുള്ളവർ പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ വ്യത്യാസം വരുന്നത്. ഞാൻ പറഞ്ഞു, പ്രവാചകനിലൂടെ ദൈവം മെസ്സേജുകൾ പറയാറുണ്ടെന്നുള്ളത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ പ്രവാചകന്മാരെല്ലാം ദൈവം അയക്കുന്ന ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പം അതുകൊണ്ട് പ്രവാചകൻ യേശുവാണ് ക്രിസ്തു എന്നുള്ളത് തെളിയിക്കണമെങ്കിൽ പ്രവാചകൻ വേണം. അതുകൊണ്ട് യേശുവിന് മുമ്പ് വന്നവരെല്ലാം യേശുവിനെ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ക്രിസ്തുവിനെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നസ്രായനായ ഈശോ എന്ന എന്നിൽ നിറവേറിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണ് ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാണപ്പെട്ട രൂപമാണ്. അതുകൊണ്ട് പ്രവാചകനേക്കാൾ ആധികാരികത ക്രിസ്തുവിനാണ്. ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് മാത്രമല്ല ഈ ക്രിസ്തു വന്നു കഴിഞ്ഞ് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വരേണ്ട ഒരു കാര്യം ഇല്ല, ഉണ്ടാവത്തില്ല. കാരണം സത്യത്തിൻ്റെ പൂർണ്ണത അവതരിപ്പിച്ച് കഴിഞ്ഞു. അതിനപ്പുറത്തോട്ട് സത്യമില്ല. ഇനി വേറൊരാൾ വന്ന് മറ്റൊന്ന് പറയേണ്ട കാര്യമില്ല. അതൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പറയാമല്ലോ ഇതൊക്കെ. 3 മിനിറ്റ് മതി ഇതൊക്കെ പറയാം. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, പ്രവാചകൻ വന്ന് പറഞ്ഞാൽ അതിനെ സ്ഥാപിക്കാൻ പ്രവാചകനെ പറ്റിയല്ല. ദൈവം കാരുണ്യവാനാണ് എന്ന് ഒരു പ്രവാചകൻ പറഞ്ഞാൽ ദൈവം കാരുണ്യവാനാണെന്ന് എങ്ങനെ പ്രവാചകൻ തെളിയിക്കുന്നത്? അപ്പം ദൈവം തന്നെ ഇവിടെ വന്ന് പറയുവാണെങ്കിൽ ദൈവത്തിനെ തെളിയിക്കാം. അപ്പം അതുകൊണ്ട് നസ്രായനായ ഈശോ ക്രിസ്തുവാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ കാണപ്പെട്ട രൂപമാണ്. അവൻ പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷ്യം വയ്ക്കാനാണ് വന്നത്. ദൈവം ക്ഷമിക്കുന്നവനാണ്. ഏതറ്റം വരെ നിങ്ങൾ എന്നെ ഉപദ്രവിച്ചാലും ക്ഷമിക്കും. അതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ട്. ദൈവം ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് രക്ഷ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് യേശു ക്രിസ്തു ക്ഷമിച്ചു. അതിനുവേണ്ടി കുരിശിൽ മരിക്കാൻ തയ്യാറായി. കുരിശിൽ മരിച്ചാലും ക്ഷമിച്ചു എന്നുള്ള സത്യത്തെ ഒന്ന് അനാവരണം ചെയ്ത് കാണിക്കാൻ, സാക്ഷ്യപ്പെടുത്താൻ. അങ്ങനെ സാക്ഷ്യപ്പെടുത്തി. അത് കഴിഞ്ഞ് അതുകൊണ്ട് ക്രിസ്തുവിനെ പിൻപറ്റാത്ത ആർക്കും സത്യത്തിൻ്റെ പൂർണ്ണതയിലെത്താൻ പറ്റത്തില്ല. സ്വർഗത്തിലും പോകാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ കൂടെ പോയാലേ പോകാൻ പറ്റുള്ളൂ. അവൻ അവിടെ നിന്ന് വന്നവനാണ്. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ആരൊക്കെ കൈകൊട്ടിയപ്പോഴത്തേക്കും സംഘാടകൻ ചാടി വേണം. സംഘാടകൻ പറഞ്ഞ്, മതമൗലികവാദം പ്രസംഗിക്കാനല്ല നമ്മളവിടെ കൂടിയിരിക്കുന്നത്, എല്ലാ മതങ്ങളും ദൈവത്തിങ്കിലേക്കുള്ള വഴിയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞവരൊക്കെ അവരെന്താ പറഞ്ഞത്? അതൊരു വിഷയമല്ല. അപ്പോൾ ഈ പറഞ്ഞ അന്ത്യപ്രവചൻ്റെ കാര്യം പറഞ്ഞാൽ മാത്രമേ അത് പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഒരു കഴിഞ്ഞ മട്ടില്ല. അപ്പോഴത്തേക്കും ചിലർ അച്ഛൻ പറയുന്നതിൽ കാര്യമുണ്ട്, കേൾക്കണം എന്നായി. ദശവിഷയം ഉണ്ടായി. അപ്പോൾ അതോടുകൂടി മൈക്ക് ഓഫ് ചെയ്തു. അന്ന് മൈക്ക് മേടിച്ചു. ദൈവത്തെ ഓർത്ത് ഇവിടെ ശല്യം ചെയ്യരുത്. അച്ഛന് പറയാനുള്ള അച്ഛൻ്റെ ധ്യാനകേന്ദ്രമുണ്ടല്ലോ, ഇറക്കി വിട്ടു. ശരിക്കും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഇത് ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ നിന്നാണ്. അതെ. അപ്പോൾ ഓർക്കണം, ഞാൻ ചിന്തിക്കുന്നതല്ല ഇത്. ഈ സംഭവം ഞാനിപ്പോൾ പറഞ്ഞ സംഭവം നടന്നത്, ഈ കശപശയൊക്കെ ഉണ്ടായത് 1998 ഈ സംഭവം നടക്കുന്നത്. 90 ശേഷം 2012 ഈ സിസ്റ്റർ ഇത് വെളിപ്പെടുത്തുന്നത്. സിസ്റ്റർ ഒന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ച്. ഞാൻ പോലും മറന്നുപോയി. കശവിശ ഉണ്ടായി മൈക്ക് പിടിച്ചു വെച്ചെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഈശോ ഓർക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ അകത്തെ. അപ്പം പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, ഇതിനപ്പുറം എന്താ 3 മിനിറ്റ് പറയേണ്ടത്. 3 മിനിറ്റ് കൊണ്ടേ. അപ്പോൾ അത്ര വലിയൊരു സത്യമാണ് ഈ 3 മിനിറ്റ് കൊണ്ട് പരിശുദ്ധാത്മാവിനെ കൊണ്ട് പറയിപ്പിച്ചത്.